പാതിരാക്കാവിലെ യക്ഷിയാണ് ഞാൻ. നിന്നെ കൊന്ന് ചോര കുടിക്കാൻ പോവാ. ഞാൻ എന്റെ കണ്ണൂന്ന് കണ്ടതാ. 2 യക്ഷി ഉണ്ടായിരുന്നു മുറ്റത്ത്. 2 പേരോ? ഇത് കലമോളുടെ ചെരുപ്പല്ലേ? ആ അതെ, എന്റെ ഇത്. സീതേച്ചിക്ക് എന്തോ സംശയം ഉണ്ടോ എന്നുള്ളൊരു തോന്നലുണ്ട് എനിക്ക്. എന്റെ ചെരുപ്പ് മുറ്റത്തുനിന്നല്ലേ കിട്ടിയത്. അതെങ്ങനെ മുറ്റത്ത് വന്നു എന്നൊരു ചോദ്യവും നോട്ടവും. അയ്യോ, കുഴപ്പമില്ല. ഇന്നലത്തെ ബഹളത്തിനിടയിൽ എങ്ങനെയോ വീണുപോയെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു ഒപ്പിച്ചു. കാണും പോലെ അവരത്ര പാവമൊന്നുമല്ല, കാഞ്ഞ ബുദ്ധിയുള്ള വിത്ത. നോക്കിക്കോ, ഇതിനെ ഞാൻ വിഷം കൊടുത്ത് കൊല്ലും. പിന്നെ ഉണ്ടല്ലോ മനസ്സില എനിക്ക് കുറെ പായസവും 3 ഉണ്ണിയപ്പം, അല്ലല്ല 8 ഉണ്ണിയപ്പം. കുട്ടിമണി, കുട്ടിമണി ഇവിടെ നിന്നാ മതി. ചേച്ചി അകത്ത് വന്നല്ലേ പായസം കിട്ടൂ. അകത്ത് വന്ന പായസം കിട്ടില്ല, അതാ ഞാൻ പറഞ്ഞത്. ഞാനും മനസ്സിനും കൂടി പായസം വാങ്ങിച്ചോണ്ട് വരാം. അതെന്താ എന്നെ കൂടെ കൊണ്ടുപോയാലോ? നീ ഇന്നലെ രാത്രി യക്ഷിയെ കണ്ടതല്ലേ? ചരടൊക്കെ ജപിച്ചു കെട്ടിയിട്ട് പിന്നൊരു ദിവസം കൊണ്ടുപോവാം. അല്ലാതെ നിന്നെ കണ്ട ദേവിക്ക് ഇഷ്ടപ്പെടില്ല. ആ അതല്ലേ. എന്നാലേ പോയിട്ട് വേഗം പായസവും ചാട്ടും കൊണ്ടുവരണേ. മരണേ മനസ്സിലാ, മരണേ. ഞാൻ അവിടെ ഒറ്റയ്ക്ക് നിക്കാവേ. ഇനി എനിക്ക് തൊട്ടുതാ. ഇപ്പോ ഞാൻ നിന്റെ ഭാര്യ ആയതുപോലെ എനിക്ക് തോന്നുക. അതെ അതെ കുട്ടിമണി, പായസമൊക്കെ പിന്നെ ആദ്യം കൈ ഒന്ന് കാണിച്ചേ. ചരട് കെട്ടിത്തരാം. അപ്പൊ പായസം കിട്ടിയില്ലേ? കിട്ടി. ആദ്യം ചരട് കെട്ടട്ടെ. എന്നാ പിന്നെ വേഗം ചരട് എടുത്താ മനസ്സിലാ. ഒന്ന് തൊടാൻ കിട്ടുന്ന അവസരമല്ലേ. അയ്യോ, ഞാൻ കെട്ടലും പൂട്ടലും ഒക്കെ ഞാൻ നടത്തിക്കൊള്ളാം. ഇത് പിടിക്കും. മുറുക്കിയില്ലെങ്കിലേ ഇന്ന് രാത്രി പിന്നെ യക്ഷി വരും. അമ്മേ, അമ്മേ, മതി. അമ്മേ വേഗം വാ. സീതച്ചി, അപ്പച്ചി ഒന്ന് ഓടി വാ, വേഗം വാ. ചെറുക്കനിതെന്തിന്റെ കേടാ? നിനക്കെന്താ ലോട്ടറി അടിച്ചോ? ആ, എനിക്കടിച്ച ലോട്ടറി എന്റെ ഭാര്യ, പിന്നെ അവളുടെ അച്ഛനും. മരുമകനെ, നീ എന്നെ അങ്ങനെ അങ്ങ് പൊക്കല്ലേ. അച്ഛൻ വന്നകാലം നിൽക്കാതെ അകത്തോട്ട് കയറി ഇരിക്കാൻ പല സമയമുണ്ടല്ലോ. ദേ ഇവൾ അമ്മയുടെ മരുമകന് പുത്തൻ കാർ വാങ്ങിച്ചു നൽകിയിരിക്കുക. അല്ലാതെ പിന്നെ ഏതായി വണ്ടി? കൊള്ളാവടാ, നല്ല വണ്ടി. നമ്മുടെ കുട്ടിമണിക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ നിനക്ക് പറ്റിയല്ലോ. നന്ദിയുണ്ട് കേട്ടോ, ഒരുപാട്. അയ്യോ, എന്തിന്? എന്റെ മകളുടെ വീട്ടിൽ സന്തോഷം ഉണ്ടാവേണ്ടത് എന്റെ ആവശ്യമല്ലേ. അതിനെന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എടി മോളെ, നിനക്ക് നിന്റെ കെട്ടിയോന് സ്വന്തമായിട്ട് കിട്ടിയ കാറാ. മനസ്സിജ കണ്ടോ? മനസ്സിജിന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടാതെ പിന്നെ മതിയിടത്തിന്റെ അച്ഛന് ഇത്രയും വലിയൊരു മനസ്സുണ്ടെന്ന് എനിക്കിപ്പോഴാ പിടികിട്ടിയത്. അതാ എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി
ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യും. അച്ഛാ, അച്ഛന്റെ കൈകൊണ്ട് തന്നെ വണ്ടിയുടെ താക്കോല് മനസ്സിന് കൊടുക്കണം. അയ്യോ അതൊന്നും വേണ്ട. വേണമല്ലോ. അർഹതപ്പെട്ടവരുടെ കയ്യിൽ അർഹതപ്പെട്ടവർ തന്നെ കൊടുക്കണം. അതെ, ശരിയാ. മതി പറഞ്ഞതാ കറക്റ്റ്. അപ്പൊ ആ ചടങ്ങ് കൂടി ഐശ്വര്യമായിട്ട് അങ്ങ് നടക്കട്ടെ. ആ അതെ. നന്നായി വരട്ടെ. അച്ഛന്റെ ഈ അനുഗ്രഹവും ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ എനിക്ക് വഴി കാണിക്കുന്നത്. മെമ്പറെ നാട്ടുകാരേക്ക് വിളിച്ച് കാറിന്റെ ആദ്യ യാത്രയുടെ ഉദ്ഘാടനം അങ്ങ് നടത്താം. അല്ല, വയലോരം വീട്ടിലൊരു പുത്തൻ കാറ് വന്നത് 10 പേര് അറിയണ്ടേ? മതി മെമ്പറെ ഒഴിഞ്ഞത്, നേരം വെളുക്കും. സുദ്രമേ, പുതിയ കാറൊക്കെ കിട്ടിയില്ലയോ? എല്ലാം ഞങ്ങളുടെ മതികാല മോളുടെ ഐശ്വര്യം കൊണ്ടാ മെമ്പറെ. ഈ വാർഡിലെ ഐശ്വര്യം ഈ മെമ്പറിന്റെ ഐശ്വര്യം കൂടാ. ഓ ഉവ്വ് അതാ ഓരോ കൊല്ലോ എലിപ്പനിയും പക്ഷിപ്പനിയും ഇങ്ങനെ മാറി മാറി വരുന്നത്. ഇതെവിടെ അടിക്കണമെന്ന് നോക്കി അടക്കായിരുന്നു ഞാൻ. താക്കോല് കൊടുക്കും മെമ്പറെ. സിജൻ കാറൊന്ന് ഓടിക്കട്ടെ. അതെ, കുട്ടിമണി കാറി കയറാൻ റെഡി ആയിട്ട് നിൽക്കുക. ആന്നോ? എന്നാ പിന്നെ ഓക്സിജനും ഭാര്യയും വരട്ടെ. ഓക്സിജനും ഭാര്യയും മുമ്പോട്ട് വരൂ. ജസ്റ്റ് ഫാർവേഡ്. ഭാരതാമേ സുഭദ്രാമേ, ഇത് ആരുടെ ഐശ്വര്യമാണെന്ന് പറഞ്ഞാലും ഞാൻ പറയും ഇത് കുട്ടിമണിയുടെ ഐശ്വര്യമാണെന്ന്. ഈ കുട്ടിമണിയുടെ ഐശ്വര്യം കൊണ്ടാണ് ഈ കാർ ഇവിടെ വന്നത്. അതുകൊണ്ട് മനസ്സിജൻ ആദ്യം സ്വന്തം ഭാര്യ അടുത്തിരുത്തി ഈ മുറ്റത്തൂടെ 4 റൗണ്ട് കാർ ഓടിച്ച് അങ്ങനെ മതി ഉദ്ഘാടനം. അല്ലാതെ എന്നെ ഇട്ട് നിർബന്ധിക്കരുത്. അതല്ലേ അതിന്റെ ശരി ശാന്തമ്മേ? എന്താ പറയുന്നു? പിന്നല്ലാതെ. എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് കാറിലോട്ട് കയറി രണ്ടാളും. ഞങ്ങളെ അമേരിക്ക പോവാണ്. അവിടുന്ന് ഞങ്ങള് പ്രേശ്യ പോവും. ഓ, ഒരു കാറ് കിട്ടിയപ്പോ പെണ്ണ് 2 രാജ്യം കടന്നു. അപ്പൊ ഒരു വിമാനം കിട്ടിയിരുന്നെങ്കിൽ പെണ്ണ് ചൊവ്വയിലെത്തിയേനെ. മാർദ്ദിക്കുണ്ട്. എന്തായാലും ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു. എന്തു പറ്റി? മതി എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? നമ്മുടെ കാറിന്ന് ഓട്ടം തുടങ്ങിയ ദിവസമല്ലേ? ഓ അതോ, അത് നമ്മുടെ ഐശ്വര്യമൊന്നും അല്ലല്ലോ, കുട്ടിമണിയുടെ അല്ലേ. എടി കുശുംബി, നീ ആ മണ്ടം മെമ്പർ പറഞ്ഞെടുത്ത് മനസ്സിൽ വെച്ചിരിക്കുകയാണോ? ഈ വീട്ടിൽ എന്ത് നല്ലത് സംഭവിച്ചാലും അതെന്റെ പൊന്നിന്റെ ഐശ്വര്യം കൊണ്ടല്ലേ. രവേട്ടൻ എന്നെ വെറുതെ പൊക്കണ്ട. എനിക്ക് കുശുമ്പും കുന്നായ്മയും പരിഭവവും ഒന്നുമില്ല. ഞാൻ വെറുതെ പറഞ്ഞല്ല. ഇന്ന് കവലയിലൊക്കെ എന്നെപ്പറ്റി നിന്നെപ്പറ്റിയും എന്തായിരുന്നു ചർച്ച. പിന്നെ എന്റെ ഭാര്യ വീട്ടുകാരെ കുറിച്ച്. രവിയേട്ടനുണ്ടല്ലോ, അഭിമാനം കൊണ്ടങ്ങ് ആകാശം വരെ മുട്ടിപ്പോയെന്ന് തോന്നി. ഓ, ഇവിടിപ്പോ എല്ലാവരും സന്തോഷത്തില്, ഒരാളൊഴികെ. അതാരാ സങ്കടപ്പെട്ടിരിക്കുന്ന ആ ഒരാൾ? രവിചന്ദ്രൻ എന്ന പേര്. ഒരു പാവമാ. ഓഹോ, എന്താണാവോ ആ മഹാന്റെ സങ്കടത്തിന്റെ കാര്യം? ഭാര്യ ഗൗനിക്കുന്നില്ല, അത് തന്നെ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസമായെന്ന് ഓർത്തോണം മതി. എന്തിനാ നമുക്കിടയിൽ ഇങ്ങനൊരു മതില്? സമയമാവട്ടെ രവിയേട്ടാ, ഞാൻ ഒപ്പം തന്നെ ഉണ്ടല്ലോ. എന്നാ കേട്ടോ, സമയമായി. ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ. രവിയേട്ടാ, ഞാൻ പിണങ്ങുവേ. എന്നാലും കുഴപ്പമില്ല, ആ പണക്കം ഞാൻ മാറ്റിക്കോളാം. രവിയേട്ടാ വിട്. പറ്റില്ല പൊന്നെ, ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചില്ലേ. രവിയേട്ടാ വിടാനാ പറഞ്ഞത്. വീടില്ല എന്റെ മതി മോളെ. മതി മതി മതി. എന്ത് പറ്റി മതി? മതി മതി, കണ്ണു തുറക്കും. മതി മതി മതി, എന്ത് പറ്റി മതി?
മതി മതി മതി, കണ്ണു തുറക്ക്. മതി മതി, എന്ത് പറ്റി? കണ്ണു തുറക്കാൻ മതി. അമ്മേ, ബാലേട്ടാ, അമ്മേ, എല്ലാരും ഒന്ന് വന്നേ. എന്താ എന്തു പറ്റി മോനെ? അമ്മേ, മതികല. അയ്യോ അയ്യോ, എന്റെ കൊച്ചിന് എന്താ പറ്റിയടാ? കലമുളെ മോളെ, കലമുളെ. എടാ കലമോക്ക് എന്ത് പറ്റി? കാര്യം പറയ രവി. പെട്ടെന്ന് ബോധം കിട്ടി വീണു. വിളിച്ചിട്ട് മിണ്ടുന്നില്ല. നീ പോയി ഇത്തിരി വെള്ളം എടുത്തോണ്ട് വന്നേ. മോളെ മോളെ മതി മോളെ കണ്ണു തുറക്ക്. മോളെ മതികല്ലേ? മതി മോളെ കണ്ണു മതി, തുറക്ക് മോളെ. കണ്ണു തുറക്ക്. മതി മതി മറിക്ക്, മറിക്ക്, മതി. മറിക്ക്. അയ്യോ, ഒരു കൊച്ചിന് ചത്തുപോയോ? പൊക്കോണം അവിടുന്ന്. മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. എടാ അവക്ക് കാര്യത്തിന്റെ ഗൗരവം അറിയാവോ? കലമോളെ, 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 കണ്ണു തുറക്ക് മോളെ. മോളെ, കലമോളെ, കണ്ണു തുറക്ക്. മതി. രവിട്ടാ, ആശുപത്രി കൊണ്ടുപോവാ. അതെ, അതാ മോനെ നല്ലത്. സീതരത്തിൽ മാറി. മേരി മാതാ ഹോസ്പിറ്റൽ, ഡോക്ടർ ബെറ്റ്സി മാത്യു. രവിട്ട് വേഗം കയറി, നമുക്ക് പോവാം. വേഗം ആവട്ടെ. മതി. പോയിട്ട് വരാമോ? എന്റെ പരുത്തിക്കാവിലമ്മേ, എന്റെ കുഞ്ഞിനെ കാത്തോളണേ ഭഗവതി. ഞാനൊരു ചുറ്റുവിളക്ക് കത്തിച്ചേക്കാം. ആ കൊച്ചിനൊരു ദോഷവും വരുത്തരുത്. ശാരദേ, ഇനി വല്ല വിശേഷവും ആയിരിക്കുമോ? അങ്ങനെയായിരിക്കും നാത്തൂനെ. ഭഗവതി, ഇനി അങ്ങനെ വല്ലതും ആണേലും ഞാനൊരു ചുറ്റുവിളക്ക് കത്തിച്ചേക്കാമേ. ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് രവി എന്താ തെളിച്ചു പറയാത്തെ? ഇന്നലെ രാത്രി കൊണ്ടുവന്നതല്ലേ എന്റെ കൊച്ചിനെ? അതോ രവി എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? അമ്മേ, ഞാൻ എന്ത് മറിക്കാനാ? രാത്രി ഡോക്ടർ എല്ലാ പരിശോധനകളും നടത്തി. 1-2 ഇഞ്ചക്ഷൻ എടുത്തു. പിന്നെ മതി മയങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു. നേരം വെളുത്തിട്ട് എന്നോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഇതെങ്ങനെ സംഭവിച്ചതാണെന്നാ രവി പറഞ്ഞത്? അത് ഞങ്ങള് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അമ്മേ. പെട്ടെന്ന് മതി അങ്ങോട്ട് ബോധം കിട്ടി വീണു. രവിയുടെ സംസാരം കേട്ട് ബോധം പോവാൻ അത്ര ഭീകരമായ എന്തെങ്കിലും കാര്യമായിരുന്നോ രവി പറഞ്ഞത്? അല്ലമ്മേ, ഞങ്ങളുടെ ഭാവി കാര്യം. എന്തായാലും എന്റെ പെങ്കൊച്ചിന്റെ ഭാവി പോയി. വല്ല മാർബിൾ കൊട്ടാരത്തിൽ മഹാറാണിയെ പോലെ വാഴേണ്ടതായിരുന്നു. ചാണകക്കുഴിയിലോട്ട് പോയേക്കുന്നു. അമ്മയപ്പോ വന്നു. ഓ, വന്നിട്ട് കുറെ കൊല്ലമായി. ഇവിടെ വന്നിട്ട് 10-15 മിനിറ്റേ ആയുള്ളൂ. അമ്മ എന്തോ ടെൻഷനിലാണെന്ന് തോന്നുന്നല്ലോ. എന്റെ കൊച്ചി ഇങ്ങനെ കിടക്കുമ്പോഴേ എനിക്ക് പൊട്ടിച്ചിരിച്ചോണ്ട് നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതിന് അത്രയും കുഴപ്പമൊന്നുമില്ലല്ലോ കലയിടത്തേക്ക്. ഓ, നീ പിന്നെ വളയം പിടിക്കുന്നതിനൊപ്പം വൈദ്യവും കൂടി പഠിച്ചിട്ടുണ്ടല്ലോ. എന്നല്ല, ഡോക്ടർ അങ്ങനെയാ പറഞ്ഞത്. കലയിടത്ത് കണ്ണൂർന്നു. മോളെ, ഞാനിത് എവിടെയാ? ആശുപത്രിയില്. ഓർക്കുന്നില്ലേ ഇന്നലെ രാത്രി കലമോള് തലചുറ്റി വീണത്? ഞാനോ? അയ്യോ എന്റെ പൊന്നുമോളെ, അതുപോലെ നീ ഓർക്കുന്നില്ലേ? ഓർമ്മയെല്ലാം പോയോടി. പ്ലീസ് നിർത്ത്. അമ്മ എന്തിനാ കരയുന്നേ? എനിക്ക് പിന്നെ സങ്കടം വരത്തില്ലേ? പിന്നെ എനിക്കറിയത്തില്ല എന്റെ അമ്മേ. ഇതിപ്പോ ആരെ കാണിക്കാനുള്ള കരച്ചിലാ? എന്നെയോ അതോ രവിയേട്ടനെയോ ബാലേട്ടനെയോ? ഫസ്റ്റ് ഞാനപ്പ തിരുവില്ലമലക്കാരിയായി. നിങ്ങളെല്ലാവരും ഒന്ന്. ഓടിപ്പാഞ്ഞു വന്ന എന്നെ തെരണ്ടിവാലുകൊണ്ട് തല്ലണം. ഞാൻ പറഞ്ഞു അമ്മയോട് ഓടിപ്പാഞ്ഞു വരാൻ. ഇത്തിരി ചായ തരാമോ? നാക്കും തൊണ്ടയൊക്കെ ഉണങ്ങിയിരിക്കുന്നു. ഡോക്ടറോടൊന്ന് ചോദിച്ചിട്ട് പോരെ മോളെ. ഇത്തിരി ചായ കുടിക്കുന്നതിനൊന്നും കുഴപ്പമില്ല ബാലേട്ടാ. ആരാ മതികലയുടെ ഹസ്ബൻഡ്? ഞാനാ. ഡോക്ടർക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാനും കൂടി വരാം. എന്താ ഡോക്ടർ പറയുന്നെന്ന് കേൾക്കാലോ? വേണ്ട, ഹസ്ബൻഡ് ഒറ്റയ്ക്ക് വരാനാ പറഞ്ഞത്.
ഡോക്ടർ, മേ ഐ? രവി വരൂ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. രവിയുടെ മുഖത്ത് നോക്കി മോർണിംഗ് അത്ര ഗുഡാണെന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. എന്താ ഡോക്ടർ, മതിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പറയാം, രവി ഇരിക്കെ. ഡോക്ടർ പ്ലീസ്, എന്താണെങ്കിലും പറയൂ. എന്ത് കേൾക്കാനും ഞാൻ മെന്റലി പ്രിപ്പയർഡാണ്. നിങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് എത്ര നാളായിന്ന് പറഞ്ഞത്? 1.5 മാസം കഴിഞ്ഞു. ലവ് മാരേജ് ആയിരുന്നു അല്ലേ? അല്ല, ബട്ട് പരസ്പരം അറിയാവുന്നവരായിരുന്നു. സൈലന്റ് ലവ് അല്ലേ? ഓക്കെ. ഈ 1.5 മാസത്തിനിടയിൽ നിങ്ങൾ എന്തെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ടുണ്ടോ? ഐ മീൻ, ഇല്ല. വൈ? കല്യാണത്തിന്റെ അന്നായിരുന്നു അച്ഛന്റെ മരണം. ആ ഷോക്ക്, പിന്നെ അതിന്റെ ചടങ്ങുകൾ. സത്യം പറഞ്ഞാൽ അത്തരമൊരു റിലേഷന് മതി താല്പര്യം കാണിച്ചിട്ടുമില്ല. ഓ, രവിയോട് എന്തെങ്കിലും ഇഷ്ടക്കേട് കാണിച്ചിട്ടുണ്ടോ മതികല? ഏയ്, ഒരിക്കലുമില്ല. ഞാനെന്ന് വെച്ച ജീവനാ മതിക്ക്. അപ്പോ ഇഷ്ടക്കേട് ഒരു കാര്യത്തിനോട് മാത്രമല്ലേ, നിങ്ങൾക്കിടയിലെ കിടപ്പറ ബന്ധത്തിനോട്. അപ്പോ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ രവി ശ്രദ്ധിച്ചു കേൾക്കണം, അനുസരിക്കണം. രവിയും മതികലയോ അല്ലാതെ മറ്റാരും ഇത് അറിയുകയും ചെയ്യരുത്. രവിയുടെ മതികലയുടെ ജീവന് വേണ്ടി കൂടിയാ ഞാനിത് പറയുന്നത്. രവിക്ക് മതികല ഇഷ്ടമല്ലേ? എന്റെ ജീവനേക്കാൾ ഇഷ്ടം എനിക്ക് അവളെ. എങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കൂ. ക്ഷമയോടുകൂടിയുള്ള, സ്നേഹത്തോടു കൂടിയുള്ള ഒരു കാത്തിരിപ്പ രവിയുടെ ഭാഗത്തുനിന്ന് വേണ്ടത്. ഡോക്ടർ ഉദ്ദേശിക്കുന്നത്? കുറഞ്ഞത് 1 വർഷത്തേക്കെങ്കിലും രവിക്കും മതികലയ്ക്കും ഇടയിൽ സെക്ഷുവലായുള്ള യാതൊരു റിലേഷനും പാടില്ല. ഒറ്റ മുറിയിൽ ഉറങ്ങിയാൽ തന്നെ നല്ല 2 സുഹൃത്തുക്കളായിട്ട് വേണം 1 വർഷത്തേക്ക് നിങ്ങൾ കഴിയാൻ. ഒത്തിരി പ്രതീക്ഷയോടെ ജീവിതം തുടങ്ങിയ ഒരു ചെറുപ്പക്കാരനോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ താൽക്കാലിക സന്തോഷങ്ങളെക്കാളും നമുക്ക് വലുത് നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരുപാട് കാലം നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുക എന്നതല്ലേ? ഡോക്ടർ, എന്താ ശരിക്കും മതിയുടെ പ്രശ്നം? പ്രശ്നം ശരിക്കും പറഞ്ഞ മാനസികമാണ്. ഒരു ദാമ്പത്യ ജീവിതത്തിന്, ഒരു പുരുഷനും ഒന്നിച്ചുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള ലൈഫിന് മതികലയുടെ മനസ്സിനി സജ്ജമായിട്ടില്ല. പൊരുത്തപ്പെട്ടു വരാൻ അവൾക്കിനി സമയം വേണം. അതിന്റെയൊക്കെ കാരണങ്ങൾ പലപ്പോഴും അവ്യക്തമാണ്. കുട്ടിക്കാലത്തുണ്ടായ എന്തെങ്കിലും ഒരു ഷോക്കിംഗ് ഇൻസിഡന്റോ അജ്ഞതയോ, എന്തിന് കല്യാണ ദിവസം സംഭവിച്ച രവിയുടെ അച്ഛന്റെ മരണം പോലും ഒരു കാരണമായേക്കാം. പൊരുത്തപ്പെട്ടു വരാൻ മതികലയുടെ മനസ്സിന് സമയം കൊടുക്കണം. കുറഞ്ഞത് 1 വർഷമെങ്കിലും. അതിനു മുൻപ് ഒരു കിടപ്പറ ബന്ധത്തിന് നിങ്ങൾ മുതിരുകയോ രവി മതികലയെ അതിന് നിർബന്ധിക്കുകയോ ചെയ്ത അതിന്റെ കോൺസിക്വൻസസ് വളരെ ഭീകരമായിരിക്കും. ഒന്നുകിൽ മതികലയുടെ മനോനില തകരാറിലാവും, അല്ലെങ്കിൽ ശരീരം തളരാം, അതുമല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഇതൊക്കെ വിലക്ക് വാങ്ങണോ രവി? വേണ്ട, ഞാൻ കാത്തിരിക്കാം ഡോക്ടർ. എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാം ഡോക്ടർ. ഒരു സുഖവും സന്തോഷവും ഒന്നും എനിക്ക് വേണ്ട. എന്റെ മതി ഒരു കുഴപ്പം കൂടാതെ ജീവിച്ചിരുന്നാ മതി. എന്റെ മരണം വരെ എനിക്ക് അവളെ കാണണം. ഏയ്, ഡോണ്ട് ബി സില്ലി മാൻ, ചിയർ അപ്പ്. ശരി. എന്താടാ, നീ പേടിച്ചു പോയോ?
ഇതൊക്കെ ഈ മതികലയുടെ ഒരു നമ്പർ അല്ലേ? അല്ല, എന്തായിരുന്നു ഈ നമ്പറിന് പിന്നിലെ ഉദ്ദേശം? അതൊക്കെ ഇപ്പൊ രവിയേട്ടനോട് ഡോക്ടർ ബെറ്റ്സി പറഞ്ഞിട്ടുണ്ടാവും. എല്ലാം നിനക്ക് വേണ്ടിയാ. എന്നിട്ട് ഒടുക്കം നീ പാലം വലിച്ചാലുണ്ടല്ലോ. എന്റെ മതി എപ്പോഴും ഇങ്ങനെ പറയരുതേ. ഞാൻ എന്ത് ചെയ്തുന്നാ? അയാളെവിടെ? ആ ബാലേട്ടൻ ഏതോ പരിചയക്കാരനെ കണ്ടപ്പോ പുറത്തേക്ക് പോയി. നീ ഇരിക്ക. അല്ല, ബാലേട്ടൻ ഇപ്പൊ വീട്ടിലേക്ക് പോവാ. ഞാനും കൂടി പോക്കട്ടെ? പോയിട്ടെന്താ? നീ അവിടെ എന്ത് മലമറിക്കാനാ പോകുന്നത്? ഓ, ഞാനിപ്പോ അവിടെ ഇല്ലല്ലോ. മതി. കുളിപ്പിച്ച് തോർത്താം, മുടി ചീകി കെട്ടാം. എന്താ, അതിനും അപ്പുറത്തേക്കുള്ള വല്ല ആഗ്രഹങ്ങളും തോന്നി തുടങ്ങിയോ നിനക്ക്? അയ്യോ മതി, ഞാനിതൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല. ചിന്തിക്കണ്ട, നീ പോവുകയും വേണ്ട. ഡോക്ടർ എനിക്കിപ്പോ ഡിസ്ചാർജ് കുറിക്കും. നമ്മൾ ഒന്നിച്ചേ പോകുന്നുള്ളൂ. ശരി. തൽക്കാലം നീ പോയി അമ്മയെ കാണും. അവര് കുറച്ച് കാശ് തരും. അത് വാങ്ങിച്ച് ആ ഡോക്ടർക്ക് കൊടുക്കണം. ഡോക്ടർ ബെറ്റ്സിക്ക്. കേട്ടോ? കേട്ടു. ചെല്ല്.